ഇത് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്മാവ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി 2 ഗ്ലാസ് റവ ഞാൻ വറുത്തെടുക്കുകയാണ്. അതിന് ശേഷം ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പോ കിസ്മിസും നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ടേസ്റ്റിയാണ്, അതേപോലെ ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ നെറ്റിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, കുറച്ച് ക്യാരറ്റൊക്കെ ചേർത്തിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ നെയ്യിലാവുമ്പോൾ നെയ്യ് കുട്ടികൾക്ക് ചെന്നു, അതുപോലെ ക്യാരറ്റ്, അണ്ടിപ്പരിപ്പ്, നട്ട്സ് ഇപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിലും ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് മാത്രമേ ഇടുന്നുള്ളൂ. കുറച്ച് നട്ട്സൊക്കെ കൂടുതലിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. പൊട്ടുകടല, ലണ്ടിയൊക്കെ കൂടുതൽ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കാം കുട്ടികൾക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ചെല്ലണത് കുട്ടികൾക്ക് നല്ലതാണ്. നെയ്യും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് കടുകിടാം. പൊട്ടി വരുമ്പോൾ നമുക്ക് 2 മണി ജീരകം, 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ 2 സവോളയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്, അതിട്ട് കൊടുക്കാം. 2 സവോള. അപ്പോൾ അത് നെയ്യിൽ കിടന്നിട്ട്, നെയ്യിലാവുമ്പോൾ ഉപ്മാവിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കുട്ടികൾ കഴിച്ചോളും. വഴന്ന് വരട്ടെ. അത്യാവശ്യം വഴന്ന് വരുമ്പോൾ ഒരു 2-3 പച്ചമുളക് കീറി വെച്ചിട്ട് അത് വേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയൊക്കെ ഇത്തിരി അധികം ഇട്ട് കൊടുക്കുമ്പോൾ ഉപ്മാവിന് നല്ല ടേസ്റ്റ് വരും. നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയാണ് ഈ ഉപ്മാവ്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അത് 2-3 പച്ചമുളക്, 3 പച്ചമുളക് ഇടാം, വേപ്പില ഇടാം. കുറച്ചധികം വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവോള ഇതൊക്കെ ഒന്നും കൂടി വേഗത്തിലൊന്ന് വഴന്ന് വന്നോളൂ. അതിനുശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇടുമ്പോൾ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഉപ്മാവാകും. ഇതൊക്കെ അവർക്ക് ചെല്ലുകയും ചെയ്യും. നമ്മൾ ആവിയിലാണുള്ളത്, പിന്നെ അങ്ങനെ ആക്കിയെടുക്കാം. ഒന്നായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തിളച്ച് വന്നിട്ട് നമുക്ക് ഇരിക്കിനി റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഉപ്മാവൊക്കെ ടേസ്റ്റ് ചെയ്ത് നമുക്ക് തിന്നാൻ പറ്റുക. അതേസമയം ഇത് ഹെൽത്തിയാണ് താനും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇതൊരു മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് നല്ല നമുക്കിങ്ങനെ വിടർത്തി എടുക്കാൻ പറ്റും. അത് നമുക്കൊന്ന് മൂടിയിട്ട് ഒരു 5-10 മിനിറ്റ് വേഗം വയ്ക്കാം. 5 മിനിറ്റ് വെച്ചാൽ നിങ്ങൾ
അങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കണവരാവും, എന്നാലും ഞാനൊന്ന് കാണിച്ചു എന്നുള്ളൂ. മാവ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലാണ് അത് ഒരു ടേസ്റ്റായിട്ട് നമുക്ക് തിന്നാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇത് മൂടി തുറന്ന് വെച്ച് അതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് മല്ലിയില കുറച്ചിട്ട് കൊടുക്കാം. ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. ഈ മല്ലിയില നമ്മൾ വെള്ളത്തിൽ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കും ഞാൻ. അപ്പോൾ ഇലയും കുറച്ച് ചെല്ലുന്നത് നല്ലതാണ്, ഈ ഇലയിലൊക്കെ അയ്യണം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് നോക്കുക ചെല്ലാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വളരെ ഹെൽത്തിയാണ്, അതേപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ്, വളരെ ടേസ്റ്റിയാണ്. പഴം ഒക്കെ കൂട്ടി കഴിക്കാവുന്ന നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു. കാണാം.